കയർത്ത് ഒരു നീങ്ങി നിൽക്കുക എന്ന് പോലും അവർ പറഞ്ഞിട്ടില്ല. വളരെ സ്നേഹത്തോടുകൂടി അതിൽ നമ്മൾ കുവൈറ്റ് പോലീസിൻ്റെ അതുപോലെ സൗദി പോലെ അപ്രീഷിയേറ്റ് ചെയ്യണം. അത്ര എവിടെ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സൗദി പോലീസിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എക്സിറ്റ് പേപ്പർ എടുക്കണ്ട. അങ്ങനെ ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളൊന്ന് കറങ്ങി വരാൻ പോവാണ്. സൗദി ബോർഡിലൊക്കെ പോയിട്ടൊന്ന് വരാം. സൗദി ബോർഡിൽ പോയി ഒന്ന് കറങ്ങി ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് ആളെ കൊണ്ടൊന്ന് കാണിക്കാൻ പോവാണ് സൗദി ബോർഡറൊക്കെ. അങ്ങനെ ഞങ്ങൾ കുവൈത്തിൻ്റെ സൗദിയുടെ ബോർഡർ അവിടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഇറങ്ങിയതാണ്. പോരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ യാത്രയിലാണ് ഞങ്ങൾ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ ഉള്ളൂ അല്ലേ? വെറും ഇപ്പോൾ 22 കിലോമീറ്റർ എഴുതി കാണിക്കുന്നു. സൗദി അറേബ്യ വേണ്ട 22 കിലോമീറ്റർ. ഇവിടെ നിന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് ഒന്ന് കാണുക, എന്താണെന്നുള്ളത് പറയാം. ഹലോ, അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സൗദിയിൽ പോയ ഒരു വീഡിയോ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വലിയൊരു കുടുങ്ങിപ്പോയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുവൈത്തിൽ നിന്ന് പോയതാണ്. കുവൈത്തിൽ നിന്ന് സൗദി ബോർഡറിൽ ഒന്ന് കാണാൻ വേണ്ടി പോയി, കാണിക്കാൻ വേണ്ടി പോയാണ് വൈഫിനെ. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഞങ്ങൾ വലിയൊരു പെടലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറിയാതെ അങ്ങോട്ട് ബോർഡർ ക്രോസ് ചെയ്ത്. ഈ ബോർഡർ ക്രോസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സൗദി ഇതിലേക്കാണ് കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സൗദി പോലീസ് പിടിക്കുകയും ഞങ്ങൾക്ക് അവിടെ നിന്ന് വരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. 1-2 മണിക്കൂറോളം ഞങ്ങളവിടെ കിടക്കേണ്ടി വന്നു. കാരണം വെച്ചാൽ ഞങ്ങളകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണമെങ്കിൽ നമുക്ക് എക്സിറ്റ് പേപ്പർ വേണം. എക്സിറ്റ് പേപ്പർ ഇല്ലാതെ കണ്ട് നമുക്ക് ഇങ്ങോട്ട് പുറത്ത് തരാൻ പറ്റില്ല. നമ്മൾ നിൽക്കുന്നത് കുവൈത്തിൽ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തു. പക്ഷെ പാസ്പോർട്ടും വേണമെന്ന് പറയും. ഞാൻ പറയും പാസ്പോർട്ട് എൻ്റെ ഒന്നുമില്ല, വൈഫിൻ്റെ പാസ്പോർട്ട് ഉണ്ടായത്. എല്ലാ ഡീറ്റെയിലും ഫോണിലാണുള്ളത്. എൻ്റെ ഫോൺ കാണിച്ചാൽ മതിയല്ല. അപ്പോൾ വിസയുടെ ഇതൊക്കെ. അപ്പം അന്ന് ആണ് പുള്ളിക്കാരി ബാഗൊക്കെ കയ്യിലെടുത്ത് വെച്ചത്. ബാഗിൻ്റെ അകത്തായിരുന്നു മറ്റേ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നത്, വിസയും പാസ്പോർട്ടൊക്കെ. അപ്പോൾ പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആളുടെ പാസ്പോർട്ടുണ്ട്, എൻ്റെ ഇവിടുത്തെ ID കാർഡും കൊടുത്ത്. അപ്പോൾ അവർ പറഞ്ഞ് എക്സിറ്റ് പേപ്പർ എടുക്കാൻ വേണ്ടി പോകണം. അങ്ങനെ എവിടെ ചോദിച്ചപ്പോൾ എവിടെ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സൗദി പോലീസിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എക്സിറ്റ് പേപ്പർ എടുക്കണ്ട. അങ്ങനെ ഞങ്ങൾ സൗദി പോലീസിൻ്റെ കൗണ്ടർ അന്വേഷിച്ച് പോയി. അങ്ങനെ സൗദി പോലീസിൻ്റെ ആ ഭാഗത്തോട്ട് വന്നപ്പോൾ അവർ അവിടെ ചെന്ന് വലിയൊരു ഹാളിരുന്നു. ഹാളിൽ ചെന്നപ്പോൾ സൗദി പോലീസും ഉണ്ട്, നമ്മളുടെ കുവൈറ്റ് പോലീസും ഉണ്ട്. അങ്ങനെ കുവൈറ്റ് പോലീസിനോട് നമ്മൾ ആദ്യം ചോദിക്കുന്നത്, സാറേ ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള എക്സിറ്റ് പേപ്പർ വേണം, ഞങ്ങൾ പെട്ടെന്ന് ഇത് ക്രോസ് ചെയ്താണ്, ബോർഡർ ക്രോസ് ചെയ്ത് പോയി, എന്ത് ചെയ്യും, ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ച് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് അപ്പുറത്തെ സൗദിയിലെ പോലീസുകാരോട് പറഞ്ഞു അയാൾ പേപ്പർ ഇതെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ചോദിക്കുന്ന സമയത്ത് സൗദി പോലീസുകാരോട് സൗദി പോലീസിന് നമ്മൾ കുവൈത്ത് പോലീസിൻ്റെ യൂണിഫോം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അവർ പച്ച കളറുള്ള ഒരു യൂണിഫോം, ഇവിടെ ഒരു ബ്ലാക്ക് യൂണിഫോമാണല്ലോ. 2 പോലീസുകാരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ അവിടുത്തെ പോലീസുകാരൻ പറഞ്ഞു ഇവിടെ അല്ല, അതിൻ്റെ എക്സിറ്റ് പേപ്പർ വേറൊരു സ്ഥലത്താണ്, അപ്പുറത്തെ സൈഡാന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഈ എക്സിറ്റ് പേപ്പർ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്ടപ്പോൾ ഒരു സൗദി പോലീസുകാരൻ തന്നെ ഞങ്ങൾ ആദ്യം ചോദിച്ചു ആ സൗദി പോലീസുകാരനോട് ഈ പേപ്പർ എടുക്കേണ്ട സ്ഥലം. എങ്കിലും വീണ്ടും അയാളും ആ പോലീസുകാരൻ വളരെ എന്താ പറയുക നല്ലൊരു സ്നേഹത്തോടെ അദ്ദേഹമാണ് ഞങ്ങളെ ഈ പോലീസുകാരൻ ഞങ്ങളുടെ ഒപ്പം വന്നിട്ട് പേപ്പർ എടുക്കണം, എക്സിറ്റ് പേപ്പർ എടുക്കേണ്ട സ്ഥലം എവിടെയാണ് എന്നുള്ളത് അയാളൊപ്പം വന്ന് അവിടെ ഓഫീസിൽ ചെല്ലുക മാത്രമല്ല, ആ ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുന്ന സൗദി പോലീസുകാരോട്, എക്സിറ്റ് പേപ്പർ കൊടുക്കുന്ന സൗദി പോലീസുകാരോട് ഞങ്ങൾ രണ്ടാളും കാണിച്ചു കൊടുത്തിട്ട് പറയുന്നത് ഇവർക്ക് കുവൈറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാൻ എക്സിറ്റ് പേപ്പർ വേണം എന്ന് പറയുമ്പോൾ അതും അയാളോട് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ട് അയാൾ തിരിച്ചാണ്ട് പോയപ്പോൾ ഞങ്ങൾ കുറേ താങ്ക്സ് നന്ദിയൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് പോകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ
ഇനി ആരെങ്കിലും ഇങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ ബോർഡറിൽ നിന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുമ്പോഴേ നമ്മളെ നാട്ടിലൊക്കെ പോലെ ഒരുപാട് ചെക്ക് പോസ്റ്റ് ഈ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെയാണ്. ഇവരെന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ സഹോദര രാജ്യങ്ങളാണ് ഇവർ. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരുപാട് ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഡയറക്റ്റ് അവിടെ ചെല്ലുമ്പോൾ കസ്റ്റംസിലേക്കാണ് നേരെ കയറിച്ചില്ലാണ്. അതാണ് പ്രോസസ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതിൻ്റെ അകത്ത് ഒരുപാട് ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ആണെങ്കിൽ ഈ ചെക്ക് പോസ്റ്റിന് തൊട്ടടുത്തെന്നുള്ള ഒരു യൂട്ടേൺ ഉണ്ട്. ആ യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ നമ്മളത് ആ യൂട്ടേൺ എടുക്കാനായിട്ട് കാണൂല, അത്രയും ദൂരത്തിൽ വണ്ടി കിടക്കുകയാണ്. അപ്പോൾ വണ്ടികൾ ഇങ്ങനെ ഒരുപാട് ലൈനിൽ കിടക്കും. പിന്നെ അവിടെ യൂട്ടേൺ എന്നുള്ളൊരു ചിന്ത തന്നെയില്ല, ധാരണയില്ല. പിന്നെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു ആരോ മാർക്കുണ്ട്. അവിടെ യൂട്ടേണിൻ്റെ ചിഹ്നം കണ്ടപ്പോൾ റൈറ്റിലേക്ക് എടുത്താണ്. ആ റൈറ്റിലേക്ക് എടുത്തതാണ് നമ്മൾ പെട്ടുപോയത്. അപ്പോൾ ഇനി അത് അവിടെ പോകുന്നവരൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ ഞങ്ങളൊരു അനുഭവം നിങ്ങളോട് ഞങ്ങൾ പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ നമ്മൾ ഇത് പറയാതിരിക്കാൻ വയ്യട്ടാ. നമ്മളെ കുവൈത്ത് പോലീസായാലും സൗദി പോലീസിലായാലും നല്ല സഹകരണം. എന്താ വെച്ചാൽ നമുക്കൊരു തെറ്റ് പറ്റിയെന്ന് അവർക്ക് മനസ്സിലായതിൻ്റെ പേരിൽ ഒരു കയർത്ത് സംസാരിക്കുക അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് അപ്പം നമ്മൾ ഒരു രേഖകളൊന്നും ഇല്ലല്ലോ. നമ്മൾ കുവൈത്തിൻ്റെ രേഖ മാത്രമല്ലേ ഉള്ളൂ, സൗദിയുടെ രേഖ ഇല്ലല്ലോ. അവിടെ കിടക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായതിൻ്റെ പേരിൽ അവർ നല്ല എന്താ പറയുക, നല്ല സ്നേഹത്തോടു കൂടിയായിരുന്നു അവർ നമ്മളോട് പെരുമാറിയത്. ഒരു കയർത്ത് ഒരു നീങ്ങി നിൽക്കുക എന്ന് പോലും അവർ പറഞ്ഞിട്ടില്ല. വളരെ സ്നേഹത്തോടുകൂടി. അതിൽ നമ്മൾ കുവൈറ്റ് പോലീസിൻ്റെ അതുപോലെ സൗദി പോലെ അപ്രീഷിയേറ്റ് ചെയ്യണം. അത്രയ്ക്ക് നല്ല സൂപ്പർ ആയിട്ടാണ് അവർ നമ്മളോട് പെരുമാറിയത്. അപ്പോൾ ഇങ്ങനത്തെ അനുഭവം നിങ്ങളോട് കാഴ്ചവെക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇതാ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് കറങ്ങി പോകുന്നു. കാരണം സമയം ഉണ്ടായിരുന്നില്ല. 2-2.5 മണിക്കൂറോളം അവിടെ ഞങ്ങൾ പെട്ടുപോയി. കാരണം ഈ പേപ്പർ എടുക്കാനും സൗദി പോലീസ് ഹെൽപ്പ് ചെയ്താരണം. കുറേ സമയം അവിടെ നിൽക്കണ്ടായിരുന്നു. നമുക്കറിയില്ലല്ലോ. അപ്പോൾ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ. ചെക്ക് പോസ്റ്റ് അതുകൊണ്ടാണ് ഇറാഖിൻ്റെ ഞാൻ അടുത്ത് ഇറാഖിൻ്റെ ചെക്ക് പോസ്റ്റിലും കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഓക്കെ. ബൈ.